ലിംഗസമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ഉറക്കെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പരാമർശം വൻ വിവാദത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ചെങ്ങന്നൂരിൽ നടന്ന പമ്പ ഫെസ്റ്റിൽ സംസാരിച്ച അദ്ദേഹം ഭക്ഷണ സംസ്കാരവും അടുക്കള രുചിക്കൂട്ടുകളും അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടത് മകന്റെ ഭാര്യയ്ക്കാണ് എന്ന രീതിയിൽ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത്. വീട്ടുജോലികൾ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ആൺപെൺ വ്യത്യാസമില്ലാതെ പങ്കുവെക്കേണ്ടതാണെന്നും സമൂഹത്തിൽ പുതിയ ചിന്തകൾ രൂപപ്പെടുമ്പോഴാണ് ഭരണത്തലവനിൽ നിന്ന് ഇത്തരം പഴഞ്ചൻ നിലപാടുകൾ ഉണ്ടാകുന്നത്. അമ്മമാരുണ്ടാക്കുന്ന പ്രത്യേക വിഭവങ്ങളുടെ രുചിക്കൂട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന ഉപദേശത്തിനിടെയാണ് സതീശന്റെ ഈ പരാമർശം. ഈ അറിവുകൾ മക്കൾക്കോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയ്ക്കോ പകർന്നു നൽകണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കുടുംബത്തിന്റെ പരമ്പരാഗത ഭക്ഷണ സംസ്കാരം നിലനിർത്തേണ്ട പ്രധാന ചുമതല മരുമകളുടെ തോളിൽ മാത്രം കെട്ടിവെക്കുന്ന തരം താഴ്ന്ന നിലപാടാണ് ഇതെന്നാണ് സ്ത്രീപക്ഷ പ്രവർത്തകരും സോഷ്യൽ മീഡിയയും ചൂണ്ടിക്കാണിക്കുന്നത്. മകനും മകൾക്കും തുല്യ പങ്കില്ലേ? പാചകവും അടുക്കള കാര്യങ്ങളും ആൺമക്കൾ കൂടി പഠിക്കണമെന്ന് മുഖ്യമന്ത്രി പറയാത്തത് എന്തുകൊണ്ടാണ്? വീട്ടുജോലി പെൺകുട്ടികളുടെയും മരുമക്കളുടെയും മാത്രം കടമയാണെന്ന ചിന്ത സമത്വം എന്ന ആശയത്തിന് തികച്ചും എതിരാണ്. ലിംഗസമത്വം മുൻനിർത്തി പാഠപുസ്തകങ്ങളിൽ അടക്കം മാറ്റങ്ങൾ വരുത്തുന്ന കാലത്താണ് പൊതുവേദിയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരം പ്രതിലോമകരമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത്. അവനവനിലേക്ക് ചുരുങ്ങുന്ന കാലം എന്ന തത്വം പറഞ്ഞ മുഖ്യമന്ത്രി സ്വന്തം ചിന്താഗതി പഴയ കാലത്ത് തന്നെ തങ്ങി നിൽക്കുകയാണോ എന്ന് സ്വയം പരിശോധിക്കണമെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ തുറന്നടിക്കുന്നു. മനുഷ്യ സമൂഹം കൂട്ടായ്മകളിലൂടെയാണ് മുന്നേറിയതെന്നും പരമ്പരാഗതമായതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതെങ്കിലും ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ സ്ത്രീകളുടെ തലയിൽ ചുമത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വിമർശകരുടെ പക്ഷം. ആധുനിക സമൂഹത്തിലും വീട്ടുജോലിയും അടുക്കള ഭാരവും മരുമക്കൾ തന്നെ ചുമക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം പ്രാകൃത നിലപാടുകൾ കേരളം മുന്നോട്ട് വെക്കുന്ന പുരോഗമന ആശയങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുന്നതാണ്. സ്വന്തം പിതൃസ്വാതന്ത്ര്യ മനോഭാവവും പഴഞ്ചൻ കാഴ്ചപ്പാടുകളും ഉപദേശരൂപത്തിൽ പൊതുസമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണത്തലവന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു കഴിഞ്ഞു. വാക്കുകളിൽ മാത്രം പുരോഗമനം പറയുകയും പ്രവൃത്തിയിൽ അടുക്കളയും വാചകവും സ്ത്രീയുടെ മാത്രം കടമയാണെന്ന് തിട്ടൂരമിറക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഈ സ്ത്രീവിരുദ്ധ സമീപനം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. പറഞ്ഞ പ്രസ്താവനയിൽ സതീശൻ തുടരുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത്.